ഹലോ ഗായ്സ്, അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും എടുക്കലുണ്ടായിരുന്നില്ല ഗോപ്രോയിൽ. കാരണം നേപ്പാളിൽ ഭയങ്കര തണുപ്പ് കൂടിയ കാരണം നേപ്പാളിലെ യാത്ര തൽക്കാലം നിർത്തിവെച്ചു. നേപ്പാളിൽ ഇടവാങ്ങി. അങ്ങനെ ഇപ്പോൾ ഫൈനലി ഇവിടെ നാഗാലാൻഡിൽ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. സോ ഞങ്ങൾ ഹോൺബിൽ ഫെസ്റ്റിവൽ കൂടാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ നേപ്പാളിൽ നിന്ന് നാഗാലാൻഡിലേക്ക് തിരിച്ചു ദിമാപൂർ വന്ന് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന നമ്മളുടെ കൊഹിമയിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ മുകളിലേക്ക് പോന്നാൽ കിസാമ എന്ന വില്ലേജിലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും തോന്നുന്നു. അപ്പോൾ നമ്മൾ കൊഹിമയിൽ വന്നിറങ്ങി. നമുക്ക് ദിമാപൂരിൽ നിന്ന് കൊഹിമയ്ക്ക് ഒരു 2.5-3 മണിക്കൂർ യാത്രയാണുള്ളത്. ബസ്സുണ്ട്. ബസ് സർവീസിന് ചെറിയ റേറ്റേ ഉള്ളൂ, 120 രൂപ. ഒരാൾക്ക് 120 രൂപയുള്ളൂ. സോ നമ്മൾ ദിമാപൂരിൽ നിന്ന് ബസ് കയറി 120 രൂപ കൊടുത്തിട്ട്. അപ്പം ചെറിയ റേറ്റ് ആയതുകൊണ്ട് നമ്മൾ പിന്നെ ട്രക്കിനും ലിഫ്റ്റ് അടിക്കാനും ഒന്നുമില്ല. പിന്നെ കൊഹിമ എത്തിക്കഴിഞ്ഞാൽ കിസാമയിലേക്ക് ഇവരുടെ ഷട്ടിൽ ബസ് സർവീസ് ഉണ്ട്. അപ്പം കൊഹിമയിൽ നിന്ന് കിസാമയിലേക്ക് നിങ്ങൾക്ക് 50 രൂപയ്ക്ക് സുഖമായിട്ട് എത്താൻ പറ്റും. വേറെ ടാക്സിയോ കാര്യങ്ങളൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഫൈനലി ഞങ്ങളിവിടെ ഹോൺബിൽ ഫെസ്റ്റ് നടക്കുന്ന കിസാമ ഹെറിറ്റേജ് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 2ാമത്തെ ദിവസമാണ്. സോ ഇവിടുത്തെ ആളും ബഹളും കാണണം. ഭയങ്കര ആളും ബഹളുമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇത്രയും ദിവസം ഞങ്ങൾ ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഒരുപാട് ആളും കാര്യങ്ങളും ബഹളും. ആൾക്കാരിൽ തന്നെ ഒരുപാട് മലയാളീസ് ഉണ്ട്. ഇപ്രാവശ്യം നാഗാലാൻഡിൽ ഈ ഫെസ്റ്റിവൽ കൂടാൻ ഒരുപാട് മലയാളീസ് എത്തുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം സാധാരണ നാഗാലാൻഡ് പറഞ്ഞാൽ എല്ലാവർക്കും സ്കെയറി ആയിട്ടുള്ള അല്ലെങ്കിൽ വന്നാൽ സേഫ് ആണോ എന്നൊക്കെ പേടിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഒരുപാട് മലയാളീസിനെ കാണാൻ പറ്റി. അപ്പോൾ ഭയങ്കര ഒരു അടിപൊളി കാര്യമാണ്. എന്തായാലും എല്ലാവരും ഹോൺബിൽ ഫെസ്റ്റിവൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കും ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. In its cleavage, the secret mountain peak known as the Five Treasures. Its associate tree looks like the legendary snow lion, fierce and fiery, with a gorgeous man hue is token. The snow lion is considered an important cultural symbol of the state and is elaborately depicted in the city or snow lion dance. ഫെസ്റ്റിവൽ കാണാൻ വന്നാട്ടോ. ഫെസ്റ്റിവലാണ് വെച്ചാൽ അടിപൊളി. സോ ഹോൺബിൽ ഫെസ്റ്റിവൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് മെയിൻ സ്റ്റേജ്. ഹോൺബിൽ ഫെസ്റ്റിവൽ കാണുകയാണ്. സോ gorgeous man hue in token. The snow lion is considered an important cultural symbol of the state and is elaborately മെയിൻ സ്റ്റേജ് ഇവിടെ പിറകിലുണ്ട്. മെയിൻ സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നമ്മളുടെ ഇവരിങ്ങനെ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യും, അവരെ ഡ്രസ്സൊക്കെ അണിഞ്ഞ് ഫുൾ ഒരുങ്ങി സെറ്റായി നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഓരോരുത്തരായിട്ട് അവർ കയറിയിട്ട് അവരുടെ പെർഫോമൻസ് ചെയ്യുക. ഇവിടെ ഏകദേശം 17ഓളം ട്രൈബൽ, മെയിനായിട്ട് 17 ട്രൈബൽ മോറോങ്ങുകളുണ്ട്. അതിലെ വ്യത്യസ്തമായ ട്രൈബൽ ഗ്രൂപ്പുകളുടെ വ്യത്യസ്തമായ പെർഫോമൻസുകളും ഡാൻസുകളും ട്രൈബൽ ഡാൻസുകളൊക്കെയാണ് മെയിനായിട്ടും ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. അടിപൊളി.
essential in preparation for war, since the Naga people used spear in battles to decapitate enemies. It was crucial for the youth to learn how to dodge a spear and effectively throw them at their opponents. Participating in warrior Ketsi is a mandatory rite of passage for the village, ensuring necessary skill for warfare. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഗ്രൂപ്പാണ്. അവരിങ്ങനെ എന്താ പറയുക, ഫുൾ ഡ്രസ്ഡ് ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് അടുത്ത പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ ഇതൊക്കെ നോക്ക്, അവരുടെ ഇതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പ്രത്യേക രീതിയിലുള്ള ആഭരണങ്ങളും അതേപോലെ തൊപ്പിയും കാര്യങ്ങളും ഇതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഭയങ്കര ഒരു വ്യത്യസ്ത തരത്തിലുള്ള ട്രൈബൽ ഗ്രൂപ്പുകളും അവരുടെ ട്രൈബൽ സംഭവങ്ങളാണിത്. സോ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന അവരുടെ അടുത്താണ്. അവരിപ്പോൾ അടുത്ത പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി കയറാൻ വേണ്ടി നിൽക്കുകയാണ്. സോ അവരുടെ ആ ഒരു ഇതാണ് എന്താ പറയുക, അവരുടെ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ അവരുടെ ആ തൊപ്പിയും അവരുടെ എക്യുപ്മെൻറ്റ്സും അവരുടെ കയ്യിലുള്ള വാളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവലിനെ വ്യത്യസ്തമാക്കുന്നത്. സോ നമ്മൾ ഓരോ പെർഫോമൻസ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. നമ്മൾ ഒരിക്കലെങ്കിലും കാണേണ്ട, എന്താ പറയുക, പങ്കെടുക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഹോൺബിൽ എന്ന് പറയുന്നത്.